ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കിടന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻസ് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ. ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തമ്പനെയിൽ എങ്ങനെ നിർമ്മിക്കാം, തമ്പനെയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനായിട്ട് ഞാൻ ആ വീഡിയോ കൊടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ സ്ക്രീനും കാർഡും എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരുപാട് റീച്ച് കിട്ടാൻ ഇത് കാരണമാവും. അതായത് നമ്മുടെ നല്ലൊരു വീഡിയോ ആണെങ്കിൽ, നമ്മൾ വാച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ കണ്ടൻറ്റുള്ള നല്ലൊരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അടുത്ത വീഡിയോ എന്തായിരിക്കും, അടുത്ത വീഡിയോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആളുകളുടെ ഒരു ആകാംക്ഷയുണ്ടാവും. തീർച്ചയായിട്ടും അവർ നമ്മുടെ കാർഡിൽ ക്ലിക്ക് ചെയ്യും. തൊട്ടപ്പുറത്ത് നമ്മുടെ വീഡിയോസ് മുഴുവൻ അവർ വാച്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ സ്ക്രീനിൽ വരുന്ന ആ വീഡിയോസ് അവർക്ക് കാണാനുള്ള ആഗ്രഹമുണ്ടാകും. കാരണം ഇത് നല്ലൊരു വീഡിയോ ആണ്, നമ്മൾ കാണുന്ന നല്ലൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ എങ്ങനെ ആയിരിക്കും എന്നുള്ള നല്ലൊരു മാനസികാവസ്ഥയോടുകൂടി ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധ്യത കൂടുതലാണ്. നല്ല കണ്ടൻ്റ് ആയിരിക്കണം, നമ്മൾ ഇടുന്ന വീഡിയോ നല്ല കണ്ടൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വീഡിയോ ആണെങ്കിൽ വിട്ടിട്ട് പോകും. ചിലപ്പോൾ 4 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ 2 മിനിറ്റിനുള്ളിൽ വിട്ടിട്ട് പോകും. എൻ്റെ സ്ക്രീനൊന്നും നോക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് നല്ലൊരു കണ്ടൻ്റുള്ള വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എൻ്റെ സ്ക്രീനിൽ അവസാനം വരെ നോക്കും. അവസാനം വരെ നോക്കുമ്പോൾ അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എൻ്റെ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുകയും കൂടുതൽ വ്യൂസ് കിട്ടാനും കൂടുതൽ സബ്സ്ക്രൈബർ, നല്ലൊരു വീഡിയോ ആണെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടാനും സാധ്യതയുണ്ടെന്നുള്ള തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ കാർഡൊക്കെ നമ്മളതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റൊക്കെ നമുക്ക് കാർഡിൽ ആഡ് ചെയ്യാൻ പറ്റും. പ്ലേലിസ്റ്റൊക്കെ നമുക്ക് അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റ് മൊത്തം ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ഫേവറേറ്റാണ്, നമ്മൾ എന്താണോ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് നമുക്കവിടെ കാർഡായിട്ട് കൊടുക്കാൻ പറ്റും. ആ കാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്ലേലിസ്റ്റിലെ മുഴുവൻ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. വീഡിയോസ് വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം അവരിലുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരുപാട് റീച്ച് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യണം. അപ്പോൾ എൻ്റെ സ്ക്രീനും അതുപോലെ തന്നെ കാർഡും എങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും വാച്ച് ദ വീഡിയോ. ആദ്യം നമ്മൾ ക്രോം ആപ്പിലേക്ക് പോവുക. ക്രോം ആപ്പിൽ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോ കണ്ടൻറ്റുകളും അവിടെ കാണാൻ പറ്റും. നമുക്കതിൽ ഏതിനാണോ നമ്മൾ എൻ്റെ കാർഡും ഇതും കൊടുക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ HTC ട്രിമ്മർ അൺബോക്സ് എന്ന് പറയുന്ന വീഡിയോയ്ക്കാണ് കൊടുക്കുന്നത്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോ ഇവിടെ തെളിഞ്ഞ് കാണാൻ പറ്റും. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ഇവിടെ എൻ്റെ സ്ക്രീനും കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവസാനമായിട്ട് കാണാം. ആ എൻ്റെ സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്ക്രീനാണ്. അപ്പോൾ അവിടെ എലമെൻറ്റ്സ് പറഞ്ഞിട്ട് കാണിക്കാം നമ്മൾക്ക് ഏത് ഫോർമാറ്റിലാണ് ഇവിടെ സ്ക്രീനിൽ വരേണ്ടത്. 1 വീഡിയോ, 1 സബ്സ്ക്രൈബർ, 1 പ്ലേലിസ്റ്റ്, 1 വീഡിയോ, അങ്ങനെ ഒരുപാട് ഇത് കാണിക്കാൻ പറ്റും. നമുക്കതിൽ ഇഷ്ടമുള്ള ഫോർമാറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം. അതാണ് നമ്മുടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നത്, നമ്മുടെ വീഡിയോയിൽ അവസാനം എൻ്റെ സ്ക്രീനായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഞാനിവിടെ 1 വീഡിയോ, 1 പ്ലേലിസ്റ്റ് തിരഞ്ഞെടുത്തു. ഇനി അതിൽ വീഡിയോ ആഡ് ചെയ്യണം. വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ വീഡിയോസ് എന്ന് പറഞ്ഞ ചൂസ് എ സ്പെസിഫിക് വീഡിയോ അങ്ങനത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മൊത്തം അവിടെ വരും. നമുക്ക് നമ്മുടെ വീഡിയോസ് മൊത്തം അവിടെ കാണാൻ പറ്റും. നമുക്കതിൽ നിന്ന് ഏത് വീഡിയോ ആണോ അവിടെ സ്പെസിഫിക് വീഡിയോ ആണോ നമുക്ക് ഏത് വീഡിയോ ആണ് അവിടെ സ്ക്രീനിൽ വരേണ്ടത് ആ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ താഴത്തതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പ്ലേലിസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എൻ്റെ നിന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും മുകളിലായിട്ട്. ആ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ട് സേവ് ചെയ്തു. ഓക്കെ, ഇനി വരുന്നത് കാർഡ്സ് ആണ്. കാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കാർഡ്സും അതുപോലെ തന്നെയാണ്. ഇവിടെ എലമെൻറ്റ്സ് വരും.
എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ വീഡിയോ, പ്ലേലിസ്റ്റ് ആണെങ്കിൽ പ്ലേലിസ്റ്റ്, അതുപോലത്തെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഞാനിവിടെ പ്ലേലിസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് അവിടെ വരും. ഞാനതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ അവിടെ ആഡ് ചെയ്തു. മുകളിൽ കാണുന്ന സേവ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ബട്ടണിൽ സേവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കാണുന്നുണ്ടോ? ആ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് വലതുഭാഗത്തായിട്ട് കാണുന്നുണ്ടോ? അതാണ് സംഭവം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. പലർക്കും ഇത് അറിയുന്നതായിരിക്കും, പലരും യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്നാലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ആരും ഇതൊക്കെ യൂസ് ചെയ്യാറില്ല. അതായത് തമ്പനെയിലല്ല ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ സ്ക്രീനോ കാർഡോ ഒന്നും യൂസ് ചെയ്യാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും ഇത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരുപാട് റീച്ച് കിട്ടും. അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് റീച്ച് കിട്ടും. ഒരുപാട് വീഡിയോസൊക്കെ ഒരുപാട് വൈറലാകും. ഓക്കെ, തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് ടിപ്സും യൂട്യൂബ് ടിപ്സും ഇൻഫോർമേഷൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.